ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് സംബന്ധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി UDF. ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടതോടെ CPIM ഭൂരിപക്ഷ പ്രീണനം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. CPIM ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോയിട്ടില്ലെന്ന് പിണറായി വിജയൻ ആവർത്തിച്ചു. ഇന്നലെ പറഞ്ഞതിനൊപ്പം അല്പം ചരിത്രം കൂടി ചേർത്താണ് ജമാഅത്തെ ഇസ്ലാമി UDF ബാന്ധവത്തെ മുഖ്യമന്ത്രി വിമർശിച്ചത്. തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കാതിരുന്ന ജമാഅത്തെ ഇസ്ലാമി 1985-ലാണ് കന്നിവോട്ട് ചെയ്യുന്നത്. കന്നിവോട്ട് ഇടതുപക്ഷത്തിനായിരുന്നില്ല. കോൺഗ്രസിനെതിരെയുള്ള പ്രതിഷേധ വോട്ട് എന്ന നിലയിലാണ് അവർ 1996-ൽ വോട്ടവകാശം വിനിയോഗിച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടില്ലെന്ന് ഉറപ്പായപ്പോഴാണ് CPIM ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വരെ മുഴുവൻ മത ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കലായിരുന്നു. അന്ന് ന്യൂനപക്ഷ വോട്ട് കിട്ടിയില്ല എന്ന് കണ്ട ഉടൻ തന്നെ നേരെ മാറി ഇപ്പോൾ അരകുടെയും ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി CPIMന് പിന്തുണ നൽകിയിട്ടുണ്ടെന്നും കൂടുതൽ ചികഞ്ഞു പോയാൽ പല ബന്ധങ്ങളും പുറത്താകുമെന്നും PK കുഞ്ഞാലിക്കുട്ടി തിരിച്ചടിച്ചു. പതിറ്റാണ്ടുകളായിട്ട് അവർ കൊണ്ടുവരുന്ന പാർട്ടിയാണത്, അവർ കൊണ്ടുവരുന്ന ബന്ധമാണത്. ആ ബന്ധം അങ്ങനെ മുറിച്ചു കളയാൻ കഴിയില്ല, അവർക്ക് അങ്ങ് പെട്ടെന്ന് അതങ്ങ് അറുത്തിടാൻ കഴിയില്ല. SDPI PDP ഇടതുപക്ഷ സഹകരണം പ്രചാരണായുധമാക്കാനാണ് ലീഗ് തീരുമാനം. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ആശയപരമായ വിയോജിപ്പ് പരസ്യമാക്കും. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക സഹകരണം മാത്രമെന്നും UDF വിശദീകരിക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്.